ഒരു കുഞ്ഞു വിന്റർ ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ ഇത്. ജപ്പാനിലെ ഇഷിഗാവ എന്ന് പറയുന്ന പ്രിഫെക്ചറിലെ കനാസാവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ വിന്റർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. കനാസാവ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. അതിന്റെ ചുറ്റും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചും ഇഷ്ടം അനുസരിച്ചും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ദേ ഈ കാണുന്ന ഒയാമ ഷ്രൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോ തൊട്ട് നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഈ കാണുന്ന ഒരു ഗേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഷ്രൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ ഷ്രൈനിന്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു ഗേറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ജാപ്പനീസും ചൈനീസും അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഗേറ്റ് ആണ്. ഒരു ഡച്ചുകാരനാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും മുകളിലത്തെ മൂന്നാമത്തെ നില സ്റ്റെയിൻഡ് ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വിൻഡോസ് ഒക്കെയാണ്. രാത്രി അവിടെ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. 3 ലെവലായിട്ടാണ് ഈ ഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴത്തെ ലെവല് വുഡും സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേതിലാണ് ട്ടോ ഈ സ്റ്റെയിൻഡ് ഗ്ലാസും ഈ ഡച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളത്. അതിനകത്ത് ലൈറ്റ് ഇടുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അത് വാച്ച് ടവർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. 1875 ഈ ഒരു ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഷ്രൈനിന്റെ തൊട്ടടുത്തായിട്ടാണ് കനാസാവ കാസിൽ ഉള്ളത്. അപ്പൊ ഈ ഒരു കാസലിന്റെ ഗേറ്റ് ആയിട്ടായിരുന്നു ആദ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷ്രൈനിന്റെ ഫ്രണ്ടിലോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ടെമ്പിളും ഷ്രൈനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ പറയാം. ജപ്പാനിൽ മെയിൻ ആയിട്ട് 2 മതമാണുള്ളത്. ഒന്ന് ഷിൻഡോയിസവും രണ്ടാമത്തെ ബുദ്ധിസവും. അപ്പൊ ഇതിനകത്ത് ഈ ബുദ്ധമതക്കാര് പ്രാർത്ഥിക്കുന്ന അവരുടെ അമ്പലം പോലത്തെ സ്ഥലത്തിനെയാണ് ടെമ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ ഗേറ്റ് ഏകദേശം ഒരു വീടൊക്കെ പോലെ വലിയൊരു ഗേറ്റ് ആയിരിക്കും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഇത് ടെമ്പിൾ ആണെന്നുള്ളത്. ബുദ്ധമത വിശ്വാസികളാണ് അവിടെ വരുന്നത് എന്നുള്ളത്. ഷിൻഡോ മതത്തിന് തോരി എന്ന് പറയുന്ന ഒരു ഗേറ്റ് ആണ് ഉണ്ടാവുക. ഇതാണ് കേട്ടോ അത് തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ആ ഒരു ഗേറ്റിന്റെ ചിത്രം എടുത്താണ് ഗൂഗിളിനകത്തുനിന്ന്. അപ്പൊ ഈ ഷിൻഡോ മതക്കാര് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിന് ഷ്രൈൻ എന്നാണ് പറയുക, ടെമ്പിൾ എന്നല്ല പറയുക. അപ്പൊ ബുദ്ധമത വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് ടെമ്പിളും ഷിൻഡോ മതവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് ഷ്രൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ 2 സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ജപ്പാനിൽ ഒരുപാട് ടൂറിസ്റ്റുകളാണെങ്കിലും ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഇവിടെ ഓരോ സ്ഥലങ്ങളും കാണാൻ പോകുന്ന പോലെ തന്നെ ഒരുപാട് ടെമ്പിളും ഷ്രൈനും ഒക്കെ ഫേമസ് ആയിട്ടുള്ളത് കാണാനുണ്ട്. അപ്പൊ അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്കിതൊരു ഷ്രൈൻ ആണോ ടെമ്പിൾ ആണോ എന്നുള്ള വ്യത്യാസമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇതൊന്നും അറിയാണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത്രയധികം വിശ്വാസമുള്ള ആൾക്കാരാണ് ജപ്പാൻകാര്. ഒരു റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ഇഷ്യൂ ഒക്കെ ആയതാണ്. ഈ തോരി ഗേറ്റിന്റെ മുകളിൽ തൂങ്ങി പിടിച്ചിട്ട് ഒരു റീൽസ് ചെയ്തത്. ഫോറിനേഴ്സ് വന്നിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. കാരണം അവർ അത്രയധികം വിശ്വസിക്കുന്ന അത്രയധികം പവിത്രമായിട്ടുള്ളതാണ് അവരുടെ തോരി ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു പോലീസ് കേസ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിനർ വന്നിട്ട് അയാളുടെ പേര് ഈ തോരി ഗേറ്റിൽ എഴുതി വെച്ചു. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ജപ്പാൻകാര് നല്ല വിശ്വാസികളാണ്. അപ്പൊ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കനാസാവ സ്റ്റേഷന്റെ അവിടെ നിന്ന് നമുക്ക് ലൂപ്പ് ബസ് കിട്ടും. ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഒയാമ ഷ്രൈനിന്റെ ഫ്രണ്ടിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇതേ ഷ്രൈനിന്റെ ഉള്ളിലൂടെ നടന്ന് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ കാണുന്ന ഗേറ്റ് എന്ന് പറയുന്നത് കാസലിന്റെ ഗേറ്റ് ആണ്. അപ്പൊ താഴത്തൂടെ റോഡ് ഉണ്ട്. ബസ്സൊക്കെ പോകുന്ന വലിയ റോഡാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷ്രൈനിന്റെ ഇവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് ആ കാസലിലോട്ട് പോകാൻ പറ്റും. ഈ കാസലിന്റെ ഉള്ളിലൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ വേറൊരു ഗേറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നേരെ കെൻറോക്കു എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡനിലോട്ടും പോകാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് മൊബൈലിലൊക്കെ ഇതിന്റെ ലൊക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് റൂട്ട് മാപ്പ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എത്തും. ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് സമയം എടുത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. ഒയാമ ഷ്രൈനകത്ത് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അതിനകത്ത് ഒരുപാട് ഗാർഡനും ചെറിയ ചെറിയ ബ്രിഡ്ജും അതുപോലെ തന്നെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ആ കുളം കംപ്ലീറ്റ് ഫ്രീസ് ആയിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഒരു സൈഡിൽ മാത്രം ഫ്രീസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ മിക്ക സ്ഥലങ്ങളിലും ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയായിരുന്നു മഞ്ഞ് വീണിട്ടുള്ളത് കൊണ്ട്. ഒരുപാടൊന്നും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന്റെ മാപ്പ് എടുത്തിട്ട് എല്ലാ മുക്കും മൂലയും പോയി കണ്ടിട്ടേ തിരിച്ചു വരാറുള്ളൂ. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും പറ്റിയില്ല. ഇത് ഞങ്ങളുടെ ഹോട്ടലിന്റെ ഫ്രണ്ട് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഫുൾ മഞ്ഞ് വീണിട്ട് ബ്ലോക്ക് ആയിട്ട് രാവിലെ ഇത് ക്ലീൻ ചെയ്യുന്നൊക്കെയാണ് കാണുന്നത്. നല്ല ഹെവി സ്നോഫോൾ ആയിരുന്നു. നല്ല വാർണിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് വൈകിയാണ് ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയത്. ഇത് പോകുന്ന വഴിക്കുള്ള കുറെ കാഴ്ചകളൊക്കെയാണ്. 3 ദിവസത്തെ ട്രിപ്പായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ചെല്ലുന്ന ദിവസം തന്നെ ട്രെയിനൊക്കെ ലേറ്റായി. ഞങ്ങൾ ഒരുപാട് ലേറ്റായി റൂമിൽ എത്താൻ വേണ്ടിയിട്ട്. അന്ന് രാത്രി ഞങ്ങൾ കെൻറോക്കു ഗാർഡനിലെ ലൈറ്റപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസമാണ് നമ്മൾ ഒയാമ ഷ്രൈനും കനാസാവ കാസലും പിന്നെ കെൻറോക്കു ഗാർഡനും ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്.
നെക്സ്റ്റ് ഡേ പോയത് ഷിരാക്കവോഗ ആണ്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ്